നമസ്കാരം. ഇവിടെ ഒരു നിയമവും കോടതിയും ഉണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഇത് എൻ്റെ വാക്കുകളല്ല. മുൻ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരേ ഒരു പ്രതി, അഥവാ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിയാക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയുടെ വാക്കുകളാണ്. സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ ചില റിപ്പോർട്ടർമാർ സ്കൂൾ കലോത്സവ വേദിയിൽ ഒപ്പന അവതരിപ്പിച്ച അതിൽ മണവാട്ടിയായി അഭിനയിച്ച കുട്ടിയോട് ചില ശൃംഗാര ചേഷ്ടയോടുകൂടി പരാമർശങ്ങൾ നടത്തി. ഈ പരാമർശങ്ങൾ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് പോക്സോ കേസ് എടുത്തതോടുകൂടി റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അടക്കം മറ്റു 2 പേർക്ക് കൂടിയാണ് കേസ് വന്നിരിക്കുന്നത്. ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ടാണ് PP ദിവ്യ ഇപ്പോൾ തൻ്റെ FB കുറിപ്പിൽ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിൽ ഒരു നിയമമുണ്ട്, കോടതിയുണ്ട്, അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ബാലാവകാശ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ അശ്ലീല ചുവ കലർന്ന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. ഇതിനാണ് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ളവർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് PP ദിവ്യ നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അഥവാ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ മാധ്യമങ്ങൾ ക്രൂശിച്ചതിൻ്റെ പ്രതികാരം എന്നോണം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ PP ദിവ്യ FB കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള കടന്നുകയറ്റത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി ഈ വിഷയത്തിൽ ഘോരം ചാനൽ ചർച്ചകൾ പ്രതീക്ഷിക്കാമല്ലോ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപകരമായ ഒരു FB കുറിപ്പാണ് PP ദിവ്യയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ നാട്ടിലൊരു നിയമമുണ്ട്, കോടതിയുണ്ട് എന്നൊക്കെ PP ദിവ്യ തൻ്റെ FB കുറിപ്പിൽ പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരേ ഒരു വ്യക്തിയാണ് PP ദിവ്യ. ഈ നാട്ടിലൊരു കോടതിയുണ്ട്, നിയമമുണ്ട് എന്നൊക്കെ ഇപ്പോൾ FB കുറിപ്പിട്ടിരിക്കുന്ന PP ദിവ്യ അന്ന് ഏതാണ്ട് 15 ദിവസത്തോളമാണ് CPMൻ്റെ ഒളിത്താവളങ്ങളിൽ മാറി കഴിഞ്ഞത് എന്നുള്ളതാണ്. അഥവാ CPMൻ്റെ പോലീസുകാർ PP ദിവ്യയെ തൊട്ടില്ല എന്നുള്ളതാണ്. 15 ദിവസത്തിന് ശേഷം പോലീസിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണോ എന്നറിയില്ല, PP ദിവ്യ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അന്ന് എവിടെ നിന്നാണ് PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് കണ്ണൂർ കമ്മീഷണർ യാതൊരു തരത്തിലുള്ള മറുപടിയും പറഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. നാട്ടിലൊരു കേസുണ്ടാകുമ്പോൾ പോലീസ് ആ കേസെടുത്ത് അന്വേഷിക്കുക സ്വാഭാവികമാണ്. സ്വാഭാവികമായും അതിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നയാൾക്ക് നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് നേരിട്ട് പറയുകയോ ഒക്കെ ചെയ്യുന്നത് പോലീസിൻ്റെ ഒരു സാമാന്യ രീതിയാണ്. നവീൻ ബാബുവിൻ്റെ പ്രമാദമായ കൊലപാതകത്തിൽ അഥവാ ദുരൂഹ മരണത്തിൽ PP ദിവ്യയ്ക്ക് പങ്കുണ്ട്, PP ദിവ്യ പ്രതിയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പോലീസ് നീക്കങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ PP ദിവ്യ എവിടെയാണെന്ന് പിന്നീട് ഒരിക്കലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഏതാണ്ട് 15 ദിവസത്തോളമാണ് PP ദിവ്യ കണ്ണൂരിലെ ഒളിത്താവളങ്ങളിൽ മാറി കഴിഞ്ഞത്. പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ തന്നെയായിരുന്നു അവർ ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ പോലീസിനെ കബളിപ്പിച്ച് നീതിന്യായ വ്യവസ്ഥിതികളെയെല്ലാം കബളിപ്പിച്ച് മാറി നടന്ന PP ദിവ്യയാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു ചാനൽ പരിപാടിയിൽ ഒപ്പന അവതരിപ്പിച്ച സംഘത്തിൽ മണവാട്ടിയായ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ അവർക്കെതിരെ പോക്സോ കേസ് എടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ PP ദിവ്യയും റിപ്പോർട്ടർ ചാനലിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു. ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു ധാരണ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ എന്തു അപകീർത്തികരമായ വാർത്തകൾ നൽകാമെന്നുള്ള നവമാധ്യമങ്ങളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും രീതികളിൽ സാരമായ മാറ്റം വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് PP ദിവ്യയുടെ ആവശ്യം. PP ദിവ്യ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ കൊടുത്തതിന് അന്ന് നവമാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും എടുത്തു പറയേണ്ട വസ്തുതയാണ്. പല കേസും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ PP ദിവ്യ FB കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിയമം പാലിക്കാത്തവർ നിയമത്തെക്കുറിച്ച്, നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ PP ദിവ്യയുടെ FB കുറിപ്പിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു കോടതിയുണ്ട്, നിയമമുണ്ട്, നീതിവാഴ്ചയുണ്ട് എന്നൊക്കെ PP ദിവ്യയ്ക്ക് ഇപ്പോഴെങ്കിലും തോന്നിയത് നന്നായി എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് PP ദിവ്യക്കെതിരെ കുറിപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയുടെ ദുരൂഹ പങ്ക് അന്വേഷിക്കുന്നതിന് പോലീസ് ഇറങ്ങി തിരിച്ചപ്പോൾ 15 ദിവസം ഒളിവിൽ കഴിഞ്ഞ PP ദിവ്യ ഈ നാട്ടിലെ കോടതിയെക്കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചും സാധാരണക്കാരെ ഉദ്ബോധിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പലരും കുറിപ്പിട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ PP ദിവ്യയും റിപ്പോർട്ടർ ചാനലും തമ്മിൽ എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.